ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ കാണാതായ ഒരാളുടെ മൃതദേഹം ലഭിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെയ്സൺ തച്ചമറ്റത്തിലിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. ഫയർഫോഴ്സിന്റെയും പ്രദേശവാസികളുടെയും സംയുക്ത തിരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത്. ഒപ്പം കാണാതായ ബിജുവിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, കാണാതായ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരാളുടെ മൃതദേഹം കിട്ടിയത്. മറ്റേയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായിട്ടും ആര്യ, ഇത്തരത്തിൽ 2 പേരെ ഇന്നലെ വൈകിട്ടാണ് ഇവർ ഈ ജലാശയത്തിൽ പെട്ടുപോയത് എന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പോൾ രാവിലെയാണ് ഈ തേയില നുള്ളാൻ പോയിട്ടുള്ള തൊഴിലാളികളാണ് ഇവരുടെ ചെരുപ്പും വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഇവരുടെ വാഹനവും ഇതിൻ്റെ പരിസരത്ത്, ആനയിറങ്കൽ ഡാമിൻ്റെ പരിസരത്ത് കണ്ടെത്തുന്നത്. അതിനെ തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. രാജകുമാരി പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ജെയ്സൺ വർഗീസ് തച്ചമറ്റത്തിലിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ജെയ്സന് ഒപ്പം ഉണ്ടായിരുന്ന ബിജു എന്ന് പറയുന്ന ആളുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഇവർ 4 സുഹൃത്തുക്കളാണ് ആദ്യം ഈ ആനയിറങ്കൽ ഡാമിൻ്റെ പരിസരത്തെത്തിയത്. അതിനുശേഷം ഇവർ പൂപ്പാറയിലേക്ക് തിരിച്ചുപോയി. പൂപ്പാറയിൽ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അവിടെ ഇറക്കി വിട്ടു. ആ സുഹൃത്തുക്കളോട് പറഞ്ഞത് തമിഴ്നാടിന് പോകുകയാണ് എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ ഈ തിരിച്ചു വന്ന ഇവർ വീണ്ടും ഈ ആനയിറങ്കൽ ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയതാവാം എന്നാണ് കരുതുന്നത്. ഏതായാലും ഇവർ 2 പേരും ഈ ആനയിറങ്കൽ ഡാമിൽ പെട്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒരാളുടെ മൃതദേഹം, പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ജെയ്സന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ബിജുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ആര്യ. ശരി ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.